ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ മനാഫ്കയെക്കുറിച്ചും സൈബർ ആക്രമണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അർജുനെക്കുറിച്ചും ഏഷ്യർ മാൽപ്പയെക്കുറിച്ചും എല്ലാം നമ്മൾ വീഡിയോ ചെയ്യുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ, ഇന്ന് മനാഫ്കക്ക് അദ്ദേഹത്തിൻ്റെ മഹല്ല് കമ്മിറ്റി ഇന്നലെ മെനയാന്ന് അദ്ദേഹത്തിൻ്റെ മഹല്ല് കമ്മിറ്റി അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഒരുക്കുകയുണ്ടായി. ആ സ്വീകരണത്തിൽ അദ്ദേഹം നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞു വെച്ച അല്ലെങ്കിൽ തന്ന 3 മെസ്സേജുകളുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 3 വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാകെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും. ഏകദേശം 3 വാക്കുകൾ മാത്രമാണ്. ആ 3 വാക്കുകൾ നമുക്കേവർക്കും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതും അതുപോലെ തന്നെ ഉപകാരമുള്ളതും അതുപോലെ തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുമായ 3 വാക്കുകളാണ്. ആ 3 വാക്കുകൾ കേട്ടിട്ട് വരാം. അതിനുശേഷം മറ്റു കാര്യങ്ങൾ ഏതായാലും ആ 3 വാക്കുകൾ മനാഫ്ക പറയുന്നത് മനാഫ്കാൻ്റെ വായിക്കൂടി തന്നെ നിങ്ങൾ കേട്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിനോട് അവിടുത്തെ മഹല്ല് ഖാദി ചോദിച്ചു പോലും, എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം നിങ്ങൾ എന്താണ് നേടിയത്, എന്ത് മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഇന്ന് ഇത്രയും എന്നെ പഠിപ്പിച്ച ഈ ഖാദിമാരുടെ മുന്നിലും അതുപോലെ തന്നെ ഉസ്താദുമാരുടെ മുന്നിലും നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി പ്രാപ്തനാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അദ്ദേഹം 3 കാര്യങ്ങൾ അദ്ദേഹം അവിടെ വെച്ചിട്ട് ചെറിയൊരു പ്രസംഗം, ഒരു 10 മിനിറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്. അതിലൊന്നാമത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മുതലാളി ഒരു തൊഴിലാളിയോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ നമ്മളൊരു മുതലാളി ഒരു തൊഴിലാളിക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കണം, അത് മാത്രമാണ് താൻ നിറവേറ്റിയത്. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല, ഏതൊരു മുതലാളി ആയാലും അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയുടെ ഒരു ഉദാഹരണം, അതാണ് ഞാൻ ചെയ്തത്. അത് എൻ്റെ കടമയാണ്, അതെൻ്റെ മതം എന്നെ പഠിപ്പിക്കുന്നതാണ് അദ്ദേഹം പറയുന്നു. ഒന്നാമത്തെ മെസ്സേജ് അതാണ്. മുതലാളി തൊഴിലാളികൾക്ക് വേണ്ടി എങ്ങനെ നിലകൊള്ളണം എന്നതിൻ്റെ മനുഷ്യത്വപരമായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് മനാഫ്ക. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും നല്ല പ്രതീകമാണ് അദ്ദേഹം. രണ്ടാമത് അദ്ദേഹം കൊടുത്ത ഉദാഹരണം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദം. എന്താ ഇന്ന് നമ്മുടെ നാട്ടിൽ, കേരളത്തിലായാലും ഉത്തരേന്ത്യയിലായാലും ഇന്ത്യയിലായാലും അതുപോലെ തന്നെ ഇന്ന് ലോകത്തിലായാലും ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ന്യൂനപക്ഷ അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയാണ്. ആ വർഗീയതയ്ക്കെതിരെ ഉള്ള അദ്ദേഹം പറയുന്നത്, നമ്മൾ വർഗീയതയ്ക്കെതിരെ എന്നല്ല, നമ്മൾ മതസൗഹാർദ്ദമാണ്. കാരണം
അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയാണ്, അർജുൻ ഒരു ഹിന്ദു മതവിശ്വാസിയാണ്. തൻ്റെ തൊഴിലാളിക്ക് വേണ്ടി ജാതി ഏതെന്നോ മതം ഏതെന്നോ ഒന്നും തന്നെ നോക്കാതെ ഒരുങ്ങി പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നാം കണ്ടതാണ്. അദ്ദേഹം പറയുകയാണ്, അതെൻ്റെ അനുജനാണ്, അതെൻ്റെ കുടുംബമാണ്, എൻ്റെ 4ാമത്തെ മക്കളാണ് അർജുൻ്റെ മോൻ എന്നുവരെ അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐക്യം, അതുപോലെ തന്നെ സാമൂഹിക സൗഹാർദ്ദം. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുന്നതിന് പകരം എല്ലാ മതങ്ങളെയും ഒന്നായി കാണുവാനും അതുപോലെ തന്നെ സ്വന്തം മതത്തെ മറ്റൊരു മതത്തേക്കാൾ മുകളിലായി കാണാതിരിക്കുകയും ചെയ്യുന്ന കാലത്ത് ഈ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും. അത് ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ റസൂൽ പറയുകയുണ്ടായി, നമ്മൾ നടന്നു പോകുന്ന വഴിക്കൽ നല്ല ഒരു ചർച്ച് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു അമ്പലം നമ്മൾ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഞെട്ടി ചുളിയാൻ പാടില്ല എന്നാണ് നമ്മൾ പഠിപ്പിച്ചത്. നമ്മളതിൽ സന്തോഷവാനായിരിക്കണം. അതുപോലെ തന്നെ ഒരു മരിച്ച ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ അന്യമതസ്ഥൻ്റെ ഒരു മൃതശരീരമായി ഒരു മയ്യത്തുമായി പോകുന്ന ഒരു വിലാപയാത്ര കാണുകയാണെങ്കിൽ നമ്മളൊരു കസാലമേൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. അതും കൂടി അദ്ദേഹം അവിടെ വെച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി, മതസൗഹാർദ്ദം. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഇന്ന് ലോകത്തെല്ലാവരും വെറുതെ പറയുന്നൊരു സാധനം മാത്രമാണ്, പക്ഷേ അദ്ദേഹം പറയുന്നു ഏറ്റവും പെട്ടെന്ന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ പ്രായോഗികത്തിൽ വരുത്താൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു കാര്യം, അതാണ് വാക്ക്. 3ാമത് അദ്ദേഹം നിറവേറ്റിയ കാര്യമാണ് വാക്ക്. അദ്ദേഹം പറയുന്ന സമയത്ത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. വാക്ക് എന്ന് പറയുന്ന 2 അക്ഷരം, അത് നാക്കുകൊണ്ട് പറയാൻ ആർക്കും തന്നെ പെട്ടെന്ന് സാധിക്കുന്നതാണ്, എന്നാൽ അത് പ്രാബല്യത്തിൽ വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് അദ്ദേഹം 3ാമത് പറഞ്ഞ വാക്ക്. ആ 3ാമത് പറഞ്ഞ വാക്ക് അദ്ദേഹം അവസാനം തന്നെ അദ്ദേഹത്തിന് കണ്ണുനീരൊലിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം പറയാണ്, ആ ലോറി കിട്ടിയ ദിവസം അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷം. ജസ്റ്റ് 1 മിനിറ്റ്, ആ ലോറി കിട്ടിയ ദിവസത്തെ മനാഫ് ഖാൻ്റെ ഒരു പ്രതികരണത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം അത് കണ്ടത് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെക്ക് ചെയ്തോട്ടെ, ഈ വണ്ടിയിൽ കള്ളപ്പണം ഉണ്ടോ. ഒരു സാധാരണ കച്ചവടക്കാരനാ ഞാൻ. ഓൾറെഡി ഞാൻ പല പ്രയാസത്തിലാണുള്ളത്. ഞാൻ പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. എന്നിട്ട് പോലും എന്റെ സ്ഥാപനം വേറെ ആള് കയ്യേറി കുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കണേ. എന്നിട്ട് പോലും നമ്മളിവിടെ പിടിച്ചു നിൽക്കാണ്. അപ്പം തളർത്തരുത് ഒരാളെ. എല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനെ ആക്രമിക്കുന്ന ഒരു സമൂഹം, മറ്റൊരു സമൂഹം പറഞ്ഞത് അദ്ദേഹത്തിന് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് ലോറി കിട്ടിയാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ, അതിനു വേണ്ടി കാത്തു നിൽക്കുക. വളരെ നീചമായ രീതിയിലായിരുന്നു അത് കിട്ടുന്നത് വരെ അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വാക്കാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് നമുക്ക് ഒന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നമ്മൾ ഒരു വ്യക്തിയെയും അദ്ദേഹത്തിനെ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ നമ്മൾ ഒരു കുറ്റവും ഒരു വ്യക്തിയുടെ മേലും ആരോപിക്കാനോ അദ്ദേഹത്തിനെ അടിച്ചേൽപ്പിക്കാനോ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അദ്ദേഹത്തിൻ്റെ കണ്ണീരാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇനി ഒരിക്കലും ഒരു വ്യക്തിക്കും ഇതുപോലത്തെ ഒരു ഗതി വരുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ചേരിതിരിനുള്ള സൈബർ ആക്രമണങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് വിഷമം, ഒരുപാട് സങ്കടം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബത്തിനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും നമ്മൾ ഒരു സമൂഹ മാധ്യമങ്ങളിൽ പോയി താഴെ കമൻ്റ് ഇട്ട് ആൾക്കാരെ വേദനിപ്പിക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ചായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.